ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ലസ്സിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു 4 ഫ്ലേവറിലുള്ള ലസ്സിയാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ നല്ല ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അത് ശരീരം തണുപ്പിക്കാനൊക്കെ നന്നായിട്ട് പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം തന്നെ പോംഗ്രാനൈറ്റ് ലസ്സിയാണ് ഇവിടെ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ് അളവിലേക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പോംഗ്രാനൈറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അര ഗ്ലാസ് ഐസ് വാട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോംഗ്രാനൈറ്റ് ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ തേൻ ഒഴിച്ചിട്ടും ഇതുണ്ടാക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പോംഗ്രാനൈറ്റിൻ്റെ മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇനി അടുത്ത ലസ്സി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ക്യാരമൽ സിറപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ക്യാരമൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ ഇതും ഒരു ഗ്ലാസ് അളവ് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു അര ഗ്ലാസ് തണുത്ത വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരമൽ ലസ്സിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ ക്യാരമൽ യോഗട്ട് വെച്ചിട്ട് ലസ്സി ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണിതും. അപ്പോൾ തണുപ്പിച്ച് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം, ഇല്ലെങ്കിൽ തണുപ്പില്ലാതെ ഇത് കുടിക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ലസ്സി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഞാനൊരു ഗ്ലാസ് അളവാണ് പറയുന്നത്. ഇതിലേക്ക് ഒരു പഴത്തിൻ്റെ പകുതി, അതുപോലെ ഒരു ആപ്പിളിൻ്റെ പകുതിയും കൂടെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴം എന്ന് പറഞ്ഞാൽ റോബസ്റ്റ പോലത്തെ പഴമാണ് കേട്ടോ, നേന്ത്രപ്പഴമല്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലും നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാം. ഇനി ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അര ഗ്ലാസ് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ തൈര് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആപ്പിൾ ബനാന ലസ്സിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണിത് കുടിക്കാനായിട്ട്. ഇനി നമ്മൾ ഒരു വാനില ഫ്ലേവറിലുള്ള ഒരു ലസ്സിയാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീമും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീമും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, ഏത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു അര ഗ്ലാസ് തണുത്ത പാലും കൂടെ ഒഴിക്കുക. ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കുക. തണുപ്പ് കൂടുതൽ വേണ്ടവർക്ക് ഐസ് ക്യൂബ്സിൻ്റെ അളവൊക്കെ നിങ്ങൾ കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇട്ടിട്ടും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു വാനില ഫ്ലേവറിലുള്ള ലസ്സിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിസ്ത, ബദാം, കാഷ്യൂ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് കാഷ്യൂ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഫ്ലേവറിലുള്ള ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.